ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെപ്പോഴും ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് കയറുമ്പോഴത്തേക്കും എന്തായാലും കുറേ പാത്രങ്ങളും കുറേ അലമ്പ് പിടിച്ചായിരിക്കും ലാസ്റ്റ് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ കാണുന്നത്. പിന്നെ ഇതൊരു വലിയ ജോലിയായിട്ട് മാറും. നമുക്ക് ഒത്തിരി ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വലിയൊരു ജോലിയായിരിക്കും അടുക്കളയിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന പാത്രങ്ങളും അതും ഇതും അഴുക്കും ഒക്കെ ആയിട്ടല്ലേ. അപ്പം നമുക്കിന്ന് അതെല്ലാം നികത്തിക്കൊണ്ടുള്ളൊരു ബിരിയാണിയുടെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഇതുപോലെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ച ഉടനെ തന്നെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ജോലിഭാരം വരുത്തുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചു. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ജീര റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ജീര റൈസ് കഴുകി വൃത്തിയാക്കി ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ജീരകം, കറുവപ്പട്ട, പിന്നെ നമ്മുടെ എസൻസൊക്കെ ഇട്ട് നമ്മളവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുന്നത് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരി. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പുരട്ടി ഒരു 15 മിനിറ്റ് നമ്മൾ നേരം വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. ആ ചിക്കൻ നമ്മളെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ആ പാത്രം അപ്പം തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അരിയും കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അരി കഴുകിയിട്ടതിന് ശേഷം ആ പാത്രവും നമ്മൾ അപ്പം തന്നെ അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഞാൻ ഇച്ചിരി ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഒന്ന് കലക്കി ഒഴിക്കും കേട്ടോ. നമ്മുടെ അരി ഒന്നും വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുവാണേ. ആ സമയത്ത് ഈ സൈഡിലൊക്കെ ഉള്ള ആ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്തു പോകുമ്പോഴത്തേക്കും ക്ലീനായിട്ട് നമ്മുടെ അടുക്കള ഇരിക്കും. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ആ ഒരു അടുക്കള കാണുന്നതിലും ഭേദം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിനൊരു സുഖവും കിട്ടും. അപ്പോൾ നമ്മളിതേ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാള, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ ആ സവാള, ഇഞ്ചിയൊക്കെ പൊളിച്ച് ആ ഒരു വേസ്റ്റ് അപ്പം തന്നെ കളയാനുള്ളിടത്ത് കളഞ്ഞേക്കുക. അല്ലെ പിന്നെ അവിടെ കിടന്ന് പിന്നെ എല്ലാം അങ്ങ് ചീത്തയായി മാറും. അപ്പം നമ്മൾ സവാള നല്ല രീതിയിലൊന്ന് അരിഞ്ഞൊക്കെ എടുക്കുക. തക്കാളി അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മല്ലിയില ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഈ മല്ലിയില അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ആ വേര് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കിളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കിളിച്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ച ആ ചിക്കനൊന്ന് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞൊരു ഭാഗം വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗവും അങ്ങ് മൊരിച്ചെടുക്കുക. എന്നിട്ട് കോരിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങ് വറുത്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങ് വറുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പാടില്ല. നമ്മളിത് ഈ പാത്രത്തിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അത് ഗ്രേവി, ചിക്കനുള്ള ഗ്രേവി ഇതിനകത്താണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ എണ്ണയാണ് നമ്മളിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കുക. മല്ലിയിൽ ഒരു തുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്തല്ല മല്ലിയില ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചെറിയ രീതിയിൽ മൊരിഞ്ഞാണ് നമുക്കിത് വരേണ്ടത്. ആ സമയത്ത് ഞാനൊരു ഇത്തിരി പാലൊഴിച്ച് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഈ വറുക്കാൻ വെച്ച എണ്ണയില്ലേ, ചിക്കൻ വറുത്ത എണ്ണ എടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റിയെടുക്കുക. ഞാൻ ഇങ്ങനെയാണ് കോരി മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയിലയും മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് ഒരു ഉപ്പൊക്കെ നമ്മൾ നേരത്തെ വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം
ചെറിയ രീതിയിലൊന്ന് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് പുട്ട് ബിരിയാണിയായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ ഒരു ബിരിയാണി നമ്മൾ പുട്ട് ബിരിയാണിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുകുടത്തിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചോറും അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ ഫില്ല് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പരീക്ഷണമാണ് പുട്ട് ബിരിയാണിയിലേക്കൊരു പരീക്ഷണം. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കുവാണ്. അപ്പോൾ നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് പുട്ടുകുടത്തിലിട്ട് വെച്ച് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് ബിരിയാണി ഇവിടെ കുത്തുവാണ് കേട്ടോ. അപ്പോൾ കുത്തി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഇപ്പോൾ ക്ലീനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അലമ്പായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ.